സത്യം പറഞ്ഞാൽ എനർജി ഇല്ല. സോ ഐ ആം ജസ്റ്റ് ലൈക്ക് വെയിറ്റിംഗ് ടു ഈറ്റ് സം ഫുഡ്. ലെറ്റ്സ് ഡു ദിസ്. അഹാനകൃഷ്ണയുടെ ഈ സ്റ്റൈൽ ഓഫ് വീഡിയോസിന് ഒരുപാട് വിമർശനങ്ങളുണ്ടായിരുന്നു അല്ലേ. അതായത് ഫുഡ് ഈറ്റ് ചെയ്യുന്നത്, അതായത് ഫുഡ് കഴിക്കുന്ന ആ ഒരു വീഡിയോ എടുത്തിട്ട് ലക്ഷങ്ങൾ സമ്പാദിക്കുന്നു എന്ന് പറഞ്ഞിട്ട്, വെറുതെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നതിന് ലക്ഷങ്ങൾ സമ്പാദിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ട്രോൾസ് കാര്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ആഹാരകൃഷ്ണയിലെ വീഡിയോസിലേക്ക് എത്തുന്നത് കേട്ടോ. ഷോർട്സും കാര്യങ്ങളൊക്കെ ഞാൻ കാണാറുണ്ടെങ്കിലും ഇതത് ലോങ് വീഡിയോസ് ഇങ്ങനെ ലഞ്ച് കഴിക്കുന്നതും അങ്ങനത്തെ ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴാണ് ട്രോൾസ് കാര്യങ്ങൾ കണ്ടിട്ടാണ് ഞാൻ അതിലേക്ക് എത്തുന്നത്. അപ്പോൾ എന്താ പറയുക, നമ്മളെ പിടിച്ചിരുത്തുന്ന തരത്തിലുള്ള ഒരു പ്രസൻറ്റേഷനാണ് അവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞത്. നമ്മളിപ്പോൾ ഒരു ഷോർട്സോ വീഡിയോ എന്തായിക്കോട്ടെ എന്ത് ചെയ്യുകയാണെങ്കിലും അതിനെ കണ്ടൻറ് ഉണ്ടാക്കുന്നതിലുപരിയായിട്ട് അത് ഉള്ളത് നല്ല ഭംഗിയായിട്ട് ചെയ്യുക. കണ്ടൻറ് നമുക്ക് എത്രത്തോളം ഭംഗിയാക്കാൻ പറ്റുന്നു അത്രത്തോളം ഭംഗിയായിട്ട് ചെയ്യുന്നതിലാണ് എന്താ പറയുക നമുക്ക് വ്യൂവേഴ്സും കാര്യങ്ങളും എൻഗേജ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ എന്നാണ് എൻ്റെ ഒരു അറിവ് കേട്ടോ. നമ്മൾ ഇപ്പോൾ ഈ ഒരു ആനകൃഷ്ണയുടെ വീഡിയോയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ ഫുഡ് കഴിക്കുന്നതുള്ളൂ. നമ്മൾ പുറമേ നോക്കുമ്പോൾ അതൊരു ഫുഡ് കഴിക്കുന്ന വീഡിയോ അത്രേ ഉള്ളൂ. അവർക്ക് പ്രത്യേകിച്ച് എഫേർട്ടോ കാര്യങ്ങളൊന്നുമില്ല. അവർ നോർമലി ചെയ്യുന്ന കാര്യം, അതായത് ഫുഡ് കഴിക്കുക എന്ന് പറയുന്നത് നോർമലായിട്ടുള്ള കാര്യമാണ്. അതിൽ പ്രത്യേകിച്ച് എഫേർട്ടും കാര്യങ്ങളൊന്നും എടുക്കാതെ അവരത് കഴിക്കുന്നു. പക്ഷേ അതിൽ എക്സ്ട്രീമായിട്ട് ചിന്തിക്കുമ്പോൾ അവരുടെ ആ ഒരു സ്റ്റൈൽ ഓഫ് ഈറ്റിങ്, അതുപോലെ തന്നെ എന്താണ് അവർ ഓരോ കാര്യങ്ങളും ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. അതായത് ജിമ്മിന് പോണ കാര്യങ്ങളായാലും അവർ വന്നിട്ടുള്ള കാര്യങ്ങളായാലും എന്താ പറയുക, പിന്നെ ഫുഡിൻ്റെ ഓരോരോ ഐറ്റംസ് ആ വീഡിയോ എടുക്കുന്നതും എന്താ പറയുക, അതുപോലെ തന്നെ അത് എഡിറ്റ് ചെയ്യണം വേണം. വീഡിയോ വെറുതെ എടുത്ത് നമ്മൾ ലൈവ് അല്ലല്ലോ, ഇത് ലൈവാണെങ്കിൽ ഓക്കെ നമുക്ക് ലൈവായിട്ട് ഫുഡ് കഴിക്കാമെന്ന് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിക്കുക. പക്ഷേ നമ്മളിത് എഡിറ്റ് ചെയ്യും കൂടി വേണം അല്ലേ. ആ ഒരു ക്ലാരിറ്റിയിൽ നമ്മൾ ആ വീഡിയോ എടുക്കണം. അതുപോലെ തന്നെ അതേ ക്ലാരിറ്റിയിൽ അത് ഓഡിയൻസിലേക്ക് എത്തിക്കും വേണം. അതിൽ പെർഫോമൻസിൻ്റെ മികച്ചതായതുകൊണ്ടാണ് നമ്മൾ അത്രയും വ്യൂവേഴ്സ് ആ ഒരു വീഡിയോയ്ക്ക് കിട്ടുന്നത്. അല്ലാതെ വെറുതെ ആരും എന്താ പറയുക ഇത്രയും ഫുഡ് കഴിക്കുന്ന വീഡിയോ ആരും ഇല്ല അല്ലേ. അതിൻ്റെ ഈ പ്രസൻറ്റേഷനും അതുപോലെ തന്നെ ആനകൃഷ്ണയുടെ സംസാരവും ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് നമ്മളത് അരമണിക്കൂറോ ഒരു മണിക്കൂറോ എത്രയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഉൾപ്പെടെയുള്ള 3 ലക്ഷം 4 ലക്ഷം ആൾക്കാർ കാണുന്നത് അവർക്ക് എന്താണ് ആ സ്റ്റൈൽ ഓഫ് പ്രസൻറ്റേഷൻ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. അവരുടെ സംസാരവും അവരുടെ വീഡിയോസും കണ്ടിരിക്കാൻ താല്പര്യമുള്ളതുകൊണ്ടാണ്. ഞാനൊക്കെ അരമണിക്കൂറും ചിലപ്പോൾ ഫുള്ള് കണ്ടിരിക്കും. അവർ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് അവരുടെ ഫുഡ് കാര്യങ്ങൾ ഈറ്റ് ചെയ്യുന്ന കണ്ട് ആ രസത്തിൽ അങ്ങനെ ഇരുന്ന് പോയിട്ടുണ്ട്. അതെന്താ ഓരോരുത്തരുടെ പ്രത്യേകതയാണ്. അവർക്ക് സംസാരിക്കുന്നതിൽ ആ സംസാരം കേട്ടിരിക്കാൻ തോന്നും. ചിലരുടെ സംസാരം കേട്ട് കഴിഞ്ഞാൽ അവർ സംസാരിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നും, നമുക്ക് നിർത്താൻ തോന്നില്ല. അങ്ങനെ ചിലരുണ്ട് നമ്മൾക്കിടയിൽ. ചിലവരെന്ന് പറയുമ്പോൾ വെറുപ്പിക്കാനായിട്ട് സംസാരിക്കുന്നത്, പെട്ടെന്ന് അവർ പോയി കിട്ടിയാൽ മതി തോന്നുന്ന രീതിയിലുള്ള സംസാരം ഉണ്ടായിരിക്കും. അപ്പോൾ ആനകൃഷ്ണയുടെ പ്രസൻറ്റേഷൻ എന്ന് പറയുമ്പോൾ അവർ സംസാരിക്കുമ്പോൾ നമുക്കത് കേട്ടുകൊണ്ടിരിക്കാനും നമ്മളതിൽ ലയിച്ച് പോകുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും. ഫുഡ് എന്നൊക്കെ പറയുമ്പോൾ എന്താ പറയുക, നമ്മൾ കാണാത്തതും കേൾക്കാത്തതുമായിട്ടുള്ള ഫുഡും ഐറ്റംസും കാര്യങ്ങളൊന്നും ആയിരിക്കില്ല. എന്നാൽ കൂടി അവർ കഴിക്കുമ്പോൾ അത് കഴിക്കാനും അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക ആ കറികൾക്കൊക്കെ നമുക്കൊന്ന് സ്വാദ് നോക്കാനൊക്കെ തോന്നുന്ന രീതിയിലായിരിക്കും അവർ സംസാരിക്കുന്നതൊക്കെ. ഇനി എൻ്റെ കാര്യത്തോട്ട് വരാം. അതായത് എനിക്കെന്ന് പറയുമ്പോൾ ഫുഡ് കഴിക്കുന്നതൊക്കെ ഒരു കടമ്പ കഴിക്കുന്ന പോലെയാണ്. ഇപ്പോൾ ഫുഡ് ടൈമായി 1 മണി 2 മണിയൊക്കെ ആയി എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പോയി കഴിക്കുന്നു. ഇനിയിപ്പോൾ കൊച്ച് ഉറങ്ങുകയാണെങ്കിൽ കൊച്ച് എഴുന്നേൽക്കുന്നതിന് മുമ്പ് പെട്ടെന്ന് കഴിക്കണം. അല്ലെങ്കിൽ ഇനി ഉണർന്നിരിക്കുകയാണെങ്കിൽ തന്നെ അലമ്പുണ്ടാക്കുന്നതിന് മുമ്പ് പെട്ടെന്ന് ഫിനിഷ് ചെയ്യണം. അങ്ങനെയുള്ളൊരു മൈൻഡ് വെച്ചിട്ടാണ് നമ്മൾ ലഞ്ച് എപ്പോഴും കഴിക്കുന്നത്. മോർണിംഗ് ഫുഡ് ആയാലും ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ലഞ്ച് ആയാലും ഒക്കെ ഈ ഒരു മൈൻഡ് വെച്ചിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. അല്ലെങ്കിൽ കൊച്ചിന് എന്തെങ്കിലും ഫുഡ് കൊടുക്കാണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് കഴിച്ചിട്ട് വേണം കൊച്ചിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പല കൊച്ചിന് റിലേറ്റഡ് ആയിട്ടുള്ള മൈൻഡ്സ് വെച്ചിട്ടാണ് ഇപ്പം ഞാൻ ഫുഡ് കഴിക്കുന്നത്. അതിന് മുമ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെയും എനിക്ക് എന്താ പറയുക സ്വാദോടെ അല്ലെങ്കിൽ ആസ്വദിച്ച് കഴിക്കുന്നൊരു ടൈപ്പായിരുന്നു. ഇപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ്. ഇന്നിപ്പോൾ വീട്ടിലായതുകൊണ്ട് കൊച്ച് അടങ്ങി നിൽക്കുന്നതുകൊണ്ടും, വീട്ടിലായതുകൊണ്ട് മാത്രമല്ല അടങ്ങിയിരിക്കുന്നുണ്ട്. ചിലൊരു മൂഡാണ് അവൾക്ക്. ചില സമയത്ത് കുഴപ്പമില്ലാതെ അങ്ങനെ ഇരുന്നോളും, എന്തിനും കളിച്ച് അങ്ങനെ ഇരുന്നോളും, കുഴപ്പമില്ല ഇന്നെ വേണമെന്നില്ല. ചിലപ്പോൾ എന്ന് പറയുമ്പോൾ ഒക്കത്തൊന്നും അങ്ങോട്ട് ഇറങ്ങില്ല, അങ്ങനത്തെ ടൈപ്പാണ്. അപ്പോൾ ഇന്ന് വലിയ അലമ്പൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഏതായാലും ഇന്നൊരു വീഡിയോ എടുക്കാം, ഫുഡ് കഴിക്കുന്നൊരു വീഡിയോ എടുക്കാം, കൂടെ ആനകൃഷ്ണനെ കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ രണ്ടാമതും ചോറ് ഇട്ടു. വിശക്കുണ്ടായിരുന്നു, നല്ല വിശപ്പുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. മുരിങ്ങാക്കറി, അതുപോലെ തന്നെ മീൻ വറുത്തത്, അങ്ങനെ ചെറിയ കുറച്ച് ഐറ്റംസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ 3 പേരും കൂടെ ഇവിടെ കഴിക്കുന്നത്. അച്ഛനുണ്ട്, ഞാനും അമ്മയല്ല, അമ്മ വർക്കിന് പോയിരിക്കുകയാണ്. ഞാനും അച്ഛനും അനിയത്തിയും കൂടെയാണ് ഫുഡ് കഴിക്കുന്നത് കേട്ടോ.
അച്ചമ്മ നേരത്തെ കഴിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ കഴിക്കാൻ രീതിക്കാണ് അച്ചമ്മ നിൽക്കുന്നത്. അച്ചമ്മേൻ്റെ അടുത്താണ് കൊച്ചുള്ളത് കേട്ടോ. അപ്പോൾ അച്ചമ്മ കൊച്ചിനെയും കൊണ്ടാണ് പുറത്തേക്ക് പോയിട്ടുണ്ട്. ആ ഗ്യാപ്പിൽ ഞങ്ങൾ ആസ്വദിച്ച് ഫുഡ് കഴിക്കുകയാണ്. അലമ്പൊന്നും അപ്പോഴും ഞാൻ ചിന്തിക്കുന്നുണ്ട് കേട്ടോ, കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നുള്ള രീതിക്കാണ് ഞാൻ കഴിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വിമർശകർക്കെതിരെ സംസാരിക്കുന്നതല്ല കേട്ടോ ആക്ച്വലി. ഞാൻ പറയുന്നത് അവർ ആ അരമണിക്കൂർ വീഡിയോ നമ്മൾ എങ്ങനെയാണ് ഇത്ര റീച്ച് ആകുന്നത്, അല്ലെങ്കിൽ 4 ലക്ഷം വ്യൂസ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്, അതിനും എനിക്ക് തോന്നിയിട്ടുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ആ സ്റ്റൈൽ ഓഫ് പ്രസൻറ്റേഷൻ തന്നെയാണ്. എങ്ങനെയാണ് ഓഡിയൻസിലേക്ക് എത്തിക്കുന്നത് എന്നുള്ള രീതിക്കാണ് അവർക്ക് അത്രയും വ്യൂവേഴ്സ് കിട്ടിയിട്ടുള്ളത്. നല്ലൊരു പ്രസൻറ്റേഷനാണ് അഹാനകൃഷ്ണയുടെ. ഒരുവിധം വ്ളോഗ്സൊക്കെ ഞാൻ കാണാറുണ്ട്, അടിപൊളിയാണ്. ദിയ കൃഷ്ണ, ഈശാനി അവരുടെയൊക്കെ ഏകദേശം വീഡിയോസ് ചിലതൊക്കെ ഞാൻ കാണാറുണ്ട്. കൂടുതലായിട്ട് അഹാനകൃഷ്ണൻ്റെ വീഡിയോസും ഷോർട്സുമാണ് കാണുന്നത് കേട്ടോ. മറ്റുള്ളവരുടെ ഇടയ്ക്ക് ചില ഷോർട്സൊക്കെ കാണാറുണ്ട്, പക്ഷേ അഹാനകൃഷ്ണൻ്റെ മിക്ക വീഡിയോസും ഞാൻ കാണലുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിഷ്ടമാണ് ആ സംസാരവും അതുപോലെ തന്നെ ആ ഒരു പ്രസൻറ്റേഷനൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് അത്ര റീച്ച് കിട്ടുന്നതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. അവർ ഫുഡ് കഴിക്കുന്നതല്ലേ, അതിന് ഇത്ര റീച്ച് ആവാൻ മാത്രം എന്താ, അല്ലെങ്കിൽ ഇത്രയും പൈസ കിട്ടുന്നത് എങ്ങനെയാണ്, അങ്ങനെയുള്ളൊരു മൈൻഡ് സെറ്റ് അല്ല ആക്ച്വലി. ആ ഒരു പ്രസൻറ്റേഷൻ അടിപൊളിയാണ്. അവരിപ്പോൾ ഇനി ഫുഡൊന്നും കഴിച്ചില്ലെങ്കിൽ വെറുതെ വിളമ്പി വയ്ക്കുകയാണെങ്കിൽ കൂടി അടിപൊളിയായിട്ട് അവർക്ക് പ്രസൻറ്റ് ചെയ്യാനും അത് വീഡിയോ എടുക്കാനും അതുപോലത്തെ എഡിറ്റ് ചെയ്യാനൊക്കെ ഉള്ളൊരു കപ്പാസിറ്റി ഉണ്ട്. നമ്മളൊക്കെ എങ്ങനെ പോയാലും എന്താ പറയുക, ആ ഒരു സ്റ്റാൻഡേർഡിലേക്ക് എത്തണം എന്ന് ഇല്ല. എൻ്റെയൊക്കെ വീഡിയോ കണ്ടില്ലേ, ആ ഒരു സ്റ്റാൻഡേർഡ് അത്രത്തോളം എത്തിയിട്ടില്ല. ഏതായാലും ഇത്രയേ ഉള്ളൂ ഇതിനെക്കുറിച്ച് പറയാൻ. ഇനി ഇതുപോലെ റിയാക്ഷൻ വീഡിയോസൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയാം കേട്ടോ, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.